ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാനുള്ള സമയമായി. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം ഓൺലൈൻ ക്ലാസ് 22ാം ദിവസത്തെ ക്ലാസ് ഇന്ന് നമുക്ക് തുടങ്ങാം. ആദ്യമായി ഗീതാ മഹാത്മ്യം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഭക്ത് രാജേഷ് പ്രഭു ആണ്. പ്രഭുവിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ നാമിൻ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന ഭാഗം ഗീതാ മഹാത്മ്യം പറയുക എന്നുള്ളതാണ്. അപ്പൊ ഈ 3 ദിവസങ്ങളിലായിട്ടാണ് പറയേണ്ടത്. അപ്പോ എല്ലാവരും നമ്മൾ ക്ലാസ് തുടങ്ങിയ പോലെ അത് കേൾക്കുന്നതാണെങ്കിൽ പോലും എല്ലാവർക്കും അതിന്റെ പ്രാധാന്യം അറിയാം. അതുകൊണ്ടാണ് നമ്മളത് റിപ്പീറ്റ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗീതാ മഹാത്മ്യം പത്മപുരാണത്തിൽ നിന്നുള്ളതാണ്. അത് ഒരു ശ്ലോകം വായിച്ചിട്ട് അതിന്റെ മീനിങ് പറയാം. ഒന്നാമത്തെ ഗീതാ മഹാത്മ്യ ശ്ലോകം പറയുന്നത്: ഗീതാശാസ്ത്രമിതം പുണ്യം യ പഠേത് പ്രയത പുമാൻ വിഷ്ണോപദം അവാപ്നോതി ഭയ ശോകാദിവർജിത. അതായത് ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തരാകും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. വളരെ എല്ലാവരും തേടി നടക്കുന്ന എന്താണ്? ഉത്കണ്ഠയ്ക്കുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആകുലതയ്ക്കുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അല്ലെ, അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിനുള്ള മരുന്ന് തന്നെ തന്നിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷൻ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഭഗവത്ഗീത പഠനമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തില് ശൗനകാദികള് സൂത മഹർഷിയോട് പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ ശ്ലോകമുണ്ട്: പ്രായേണൽപായുഷാസഭ്യ കലാവസ്മിൻ യുഗേജന മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യോപദ്രുത. പറയണല്ലയോ പണ്ഡിത ശ്രേഷ്ഠ, ഈ കലി പ്രബലനായ ഈ അയോയുഗത്തിൽ മനുഷ്യർ പൊതുവെ അല്പായുസുക്കളാണ്. അവർ നിർഭാഗ്യവാന്മാരാണ്, അവർ വഴക്കാളികളാണ്, അവർ മടിയന്മാരാണ്, അവര് വഴി തെറ്റിയവരാണ്, അല്ലെങ്കിൽ മാർഗഭ്രംശം സംഭവിച്ചവരാണ്. അതിലെല്ലാത്തിനും ഉപരി അവർ സദാ ആകുലരാണ്, അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരാണ്. നമുക്ക് അന്നേ അവര് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള കാരണം, അതിനാണ് അവര് സുത മഹർഷിയെ വിളിച്ചുകൊണ്ടുവന്ന് വ്യാസാസനത്തിൽ ഇരുത്തി അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ഭാഗവതം തുടങ്ങുന്നത് നമുക്കറിയാം അങ്ങനെ. അപ്പോ എല്ലാത്തിനും ഉപരി ആകുലരാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ ആകുലതയാണ്. അപ്പൊ ഈ ആകുലത എന്തുകൊണ്ടാണ്? നമ്മൾ ഭൗതിക കാര്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ട്. അപ്പൊ ആ ആകുലതയ്ക്ക് നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നതാണ് എന്താണ്? ഭഗവത്ഗീത പഠനമാണ്. അപ്പൊ ഈ ഭഗവത്ഗീത നമ്മളുടെ എല്ലാ ഉത്കണ്ഠകളിൽ നിന്ന് നമ്മൾ മുക്തരായി. ഈ ഉത്കണ്ഠ പോയാൽ തന്നെ നമുക്ക് ആരോഗ്യം തിരിച്ചു വരും അല്ലെ? നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും, നമ്മുടെ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പൊ നമുക്ക് ഭഗവത് സേവനത്തിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഒന്ന്.
ഇനി മറ്റൊരു ശ്ലോകം, രണ്ടാമത്തെ ഗീതാ മഹാത്മ്യ ശ്ലോകം പറയുന്നത് വേറെയും ഒരു നേട്ടമുണ്ട് എന്ന് പറയുന്നത്. ഗീതാധ്യയന ശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനി ച. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. ഗീതമഹാത്മ്യം 2 അല്ലെ? നമ്മളുടെ എല്ലാവരുടെയും ഭയം, നമ്മൾ അറിയാതെ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടാവും അല്ലെ? ഇപ്പൊ ചിലപ്പോ നമ്മൾ പാപം ചെയ്യാതെ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തു, എത്ര ജന്മം കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നു എന്നും നമുക്കറിയില്ല. അപ്പൊ അതെല്ലാം ഈ ഫലം നമ്മളെ ബാധിക്കില്ല എന്നാണ് ഭഗവത്ഗീത. കാരണം എന്താ, ഭഗവാനുള്ള മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ 4-ാമത്തെ അധ്യായത്തില് ഒരു ശ്ലോകമുണ്ട്. 36-ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭഗവാന്റെ ഒരു മേഴ്സി, ആ കാരുണ്യം നമുക്ക് കാണാം. ഇപ്പോ 4:36 നോക്കിയാല് അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാന പ്ലവവേനൈവ വൃജിനം സംതരിഷ്യതി. വിവർത്തനം പറയുന്നത്, പാപികളിൽ വച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കുമെന്നാ പറയാം. നോക്കുക, പാപികളിൽ വെച്ച് മഹാപാപിയാണെങ്കിലും നമ്മുടെ ഭൗതികതയിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആ ആളെ വല്ലാണ്ട് അല്ലെ, ആ ആളെ നമ്മൾ വല്ലാണ്ട് തരം താഴ്ത്തി കളയും. ഇവിടെ ഭഗവാൻ എത്ര എത്ര നമ്മൾ അധപ്പതിച്ച് പോയാൽ പോലും നമ്മളിൽ ആ ഒരു ഭക്തി, ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ കൈപിടിച്ച് കയറ്റും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതുപോലെ ഭഗവത്ഗീതയിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഈവൻ 9:30 എടുത്തു കഴിഞ്ഞാൽ സുദുരാചാരോ ഭജത്തെ, അവിടെ പറയുന്നു ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് വേണം കരുതാൻ. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. കണ്ടോ, നോക്കുക, അയാൾ ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും അയാൾ ഒരു ഭഗവത് ഭക്തനായിരുന്നു, ഇടയ്ക്കൊരു കൈപ്പഴവയ്ക്ക് പറ്റി, എന്നാൽ പോലും അയാൾ വീണ്ടും ആ ഭഗവത് സേവനത്തിൽ മുഴുകുന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. വളരെ പ്രധാന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം അറിവുകൾ നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുന്നതോടുകൂടി നമ്മളുടെ ഉത്കണ്ഠകൾ മാറും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ ദുരിതങ്ങൾ മാറും. നമുക്ക് ഭഗവത്ഗീത പിന്തുടർന്ന് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതം തന്നെ മാറി നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കൃഷ്ണാവബോധം ഉൾക്കൊണ്ട് നമ്മുടെ ജന്മം സാഫല്യമാക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായി തന്നെ പ്രഭു അത് വിശദീകരിച്ചു തന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹരിനാം മഹാത്മ്യം വിശദീകരിച്ച് തരുന്നതിന് ഹെർ ഗ്രേസ് ഗുണമാല ദേവി ദാസി മാതാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഇന്ന് ഇപ്പോ ഹരിനാമ മഹാത്മ്യത്തില് ഞാന് ഒരു കേവലാഷ്ടകം പറഞ്ഞ പ്രാർത്ഥന, ഹരിനാമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ഒരു കേവലാഷ്ടത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ശ്രമിക്കുകയാണ് ഇവിടെ. ഓമന്യത്തിന്റെ അന്തത്തെ ഞാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. കേട്ടിട്ടുണ്ടല്ലോ? ഹലോ, കേൾക്കാം മാതാജി. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീല നീലകണ്ഠ ഗോസ്വാമി ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു മഹാഭക്ത കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി കേവലാഷ്ടകമാണ്. പരശുനാമത്തിന്റെ മഹത്വം 8 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു പ്രാർത്ഥനയാണിത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്ടാഷ്ടകത്തിന് സമാനമായ ആത്മീയ മൂർത്താണ് കേവലാഷ്ടകം. അതിവിടെ ഓരോ ശ്ലോകവും അതിന്റെ സാരാർത്ഥവും നമുക്ക് കേൾക്കാം. മധുരം മധുരേഭ്യോപി മംഗളേഭ്യോപി മംഗളം പാവനം പാവനേഭ്യോപി ഹരേർനാമേവ കേവലം. ഞാൻ കർമ്മം, ജ്ഞാനം, യോഗ ഒന്നിലും അഭയം പ്രാപിക്കുന്നില്ല. ഹരിനാമത്തിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു. കവി പറയുന്നു, ഹരിനാമത്തിന് മാത്രമേ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയൂ.
താൽക്കാലികമായി ഇതിൽ വിശ്വസിക്കരുത്, ഹരിനാമത്തിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ ശ്ലോകം. ആ ബ്രഹ്മസ്തംഭാപര്യന്തം സർവം മായാമയം ജഗത് സത്യം 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 ഹരിതമേവ കേവലം. എനിക്ക് ധനം, പ്രശസ്തി, ആരാധകർ ഇവ ഒന്നും വേണ്ട. എന്റെ ആ ഏകനിധി ഹരിനാമം മാത്രമാകുന്നു. ഹരിനാമം നമ്മെ അനുഗമിക്കുന്നു. ഇത് സത്യം. സമാദാ ബന്ധുവോപി സാ ശിക്ഷയേ ചേ സദാ സ്മാർത്തും ഹരിനാമേവ കേവലം. എനിക്ക് മോക്ഷം വേണ്ട, എനിക്ക് ഹരിനാമത്തിനോടുള്ള ആസക്തി മാത്രം മതി. മോക്ഷം കൊണ്ട് ക്ലേശങ്ങൾ തീരും, പക്ഷേ ഹരിനാമം അതിലും ഉപരിയായി ഭഗവത് പ്രേമം നൽകുന്നു. ശ്ലോകം 4. നിശ്വാസേന ഹി വിശ്വാസ കഥാ രുദ്ധോ ഭവിഷ്യതി കീർത്തനീയാ മദോ ബാല്യാ ഹരിനാമേവ കേവലം. നാമം നമ്മുടെ ശുദ്ധി നോക്കുന്നില്ല. ഏത് മനസ്സിലും ഹരിനാമം പ്രവർത്തിക്കുന്നു. അത് അർഹത ഇല്ലെങ്കിലും നാം അർഹരാക്കുന്നു. ഹരിനാമം വളരെ ശക്തവും സ്വതന്ത്രവുമാണ്. ശ്ലോകം 5. ഹരി സദാവസേ തത്ര യത്ര ഭാഗവതാ ജനാ ഗായന്തി ഭക്തി ഹരിനാമേവ കേവലം. എല്ലാ വേദരീതികളും, യജ്ഞം, യോഗ, തപസ്, പഠനം എല്ലാറ്റിനും ഒരു സമാപ്തിയേ ഉള്ളൂ: ഹരിനാമം മന്ത്രം ജപിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല. എല്ലാം സാരം ഹരിനാമം ജപിക്കുക എന്നാണ്. എല്ലാ ധർമ്മത്തിന്റെയും സാരം ഹരിനാമം മാത്രം. ശ്ലോകം 6. ആഹോ ദുഃഖമഹാദുഃഖം ദുഃഖതരം യതഃ കാചാർത്ഥം വിസ്മൃതം രത്നം ഹരിനാമേവ കേവലം. മനസ്സ് ദുർബലമാണ്, ആയുസ് ഹ്രസ്വവും. ബുദ്ധിമുട്ടി ഒന്നും പരിശീലിക്കാൻ വയ്യ. ഹരിനാമം മാത്രമേ എന്നെ രക്ഷിക്കൂ. ഇത് അശക്തർക്കുള്ളതാണ്. അതിന്റെ രോദനമാണിത്. ശ്ലോകം 7. ദീയതാം ദീയതാം കർണോ നിയതാം നിയതാം വചഃ ഗീയതാം ഗീയതാം നിത്യം ഹരിനാമേവ കേവലം. ഹരിനാമം ഒരു രീതി മാത്രമല്ല, അതൊരു ലക്ഷ്യവുമാണ്. ജപിക്കാൻ പുറപ്പെടുന്നു, പ്രേമത്തോടെ ജപിക്കുന്നു. ജപത്തിന് ഒരിക്കലും അവസാനമില്ല. ശ്ലോകം 8. തൃണീകൃത്യ ജഗത് സർവം രാജത്തെ സകലോപരി ആനന്ദമയം ശുദ്ധം ഹരിനാമേവ കേവലം. ഈ അവസാന ശ്ലോകത്തിൽ ഭക്തൻ ഒരു അപേക്ഷ മാത്രമാണ് വെക്കുന്നത്: എനിക്ക് എപ്പോഴും ഹരിനാമം ഓർമ്മിക്കാനും ജപിക്കാനും കഴിയട്ടെ. വേറൊരു പ്രാർത്ഥനയുമില്ല, വേറൊരു ആവശ്യവുമില്ല, വേറൊരു ആശ്രയവുമില്ല. ഏറ്റവും ഉയർന്ന പ്രാർത്ഥന എനിക്ക് ഇത് വേണം അത് വേണം എന്നതല്ല, പക്ഷേ ഞാൻ ഒരിക്കലും ഭഗവാൻ ഹരിയുടെ നാമം മറക്കരുതേ എന്ന് മാത്രം. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം, ഈ കേവലാഷ്ടകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നീലകണ്ഠ സ്വാമി മഹാരാജ് പറഞ്ഞു തന്നതുപോലെ നമുക്കും ഹരിനാമത്തിനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം തുടരാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നന്നായി തന്നെ നമുക്ക് കേവലാഷ്ടകത്തിലൂടെ ഹരിനാമ മഹാത്മ്യം നമുക്ക് വളരെയധികം പറഞ്ഞു തന്ന മാതാജിക്ക് നന്ദി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഭഗവത്ഗീത ശ്ലോകങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്
ഹിസ് ഗ്രേസ് പ്രസിദ്ധാനന്ദൻ ദാസ് പ്രഭു ആണ്. പ്രഭു ഇന്ന് 11ാം അധ്യായത്തിലെ 1 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. പ്രദീപ് കുമാർ എന്ന പ്രസിദ്ധാനന്ദൻ ദാസ് പ്രഭു കോമേഴ്സ് ബിരുദധാരിയാണ്. ഔദ്യോഗിക ജീവിതം 27 വർഷത്തോളം BPCL സൊസൈറ്റിയിലായിരുന്നു. 2020 അദ്ദേഹം ഹരിനാമ ദീക്ഷ സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിലെ ഏക ഇസ്കോൺ പ്രീച്ചിംഗ് സെന്റർ ആയ തൊടുപുഴയിൽ അദ്ദേഹം കഴിഞ്ഞ 5 വർഷങ്ങളായി കൃഷ്ണാവബോധ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് ടൂർ കമ്പനിയും നടത്തുന്നുണ്ട്. ഇസ്കോണിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രഭു സമൂഹത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു. ഭീകരവാദത്തിനെതിരെ ജനശ്രദ്ധയാകർഷിക്കുവാൻ വേണ്ടി നടത്തിയ 48 ദിവസം നീണ്ടുനിന്ന ഓൾ ഇന്ത്യ ബൈക്ക് എക്സ്പെഡീഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രഭുവിന്റെ മാതാവ് ഹെർഗ്രേസ് മണിഭൂഷിത കീർത്തതി ദേവിദാസി മാതാജിയോടൊപ്പം എറണാകുളം ജില്ലയിലെ മരടിൽ താമസിക്കുന്നു. അപ്പോൾ ഇന്ന് ഹിസ് ഗ്രേസ് പ്രസ്ഥാനന്ദൻ ദാസ് പ്രഭുവിനെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തന്നെ ഇന്ന് നമുക്ക് ശ്ലോകങ്ങൾ ഈ 11ാം അധ്യായത്തിലെ 1 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ചൊല്ലിത്തരുന്നത് ഹെർഗ്രേസ് നളിനി രുക്മിണി ദേവിദാസി മാതാജിയാണ്. മാതാജി ഇതിനോടൊപ്പം തന്നെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ധന്യവാദം. പ്രസിദ്ധാനന്ദ പ്രഭു മ്യൂട്ടാണ് കേട്ടോ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ ശ്ലോകങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമേ. അല്ല, ആദ്യം നമുക്ക് ആദ്യം ആ ഇൻട്രൊഡക്ഷൻ നടക്കണ്ടേ? തുടങ്ങും. പ്രഭു പറയുമ്പോ ഞാൻ തുടങ്ങാം. ശരി. ഹരേ കൃഷ്ണ. എല്ലാ വൈഷ്ണവ ഗുരുക്കന്മാരുടെയും ശിഷ്യ ഗുരുക്കന്മാരുടെയും പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചശുരുത്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. നമോം വിശ്വപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനാമിനെ നമ. ആചാര്യപദായ നിതായ കൃപപ്രദായനെ ഗൗരഗദാമതായ നഗര ഗ്രാമതാരിണേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ ഗീതാ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 10ാമത്തെ അധ്യായത്തില് നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചാൽ വിഭൂതി യോഗം. വിഭൂതി യോഗത്തിൽ എന്താ പറയുന്നത്? ഭൗതിക ലോകത്തിലായാലും ആധ്യാത്മിക ലോകത്തിലായാലും ശക്തിയും സൗന്ദര്യവും ഉദാത്തവും പ്രദർശിപ്പിക്കുന്ന എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും കൃഷ്ണന്റെ ദിവ്യശക്തികളുടെയും വിഭൂതികളുടെയും ഭാഗികാവിഷ്കാരങ്ങൾ മാത്രമാണെന്നാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ എല്ലാ കാരണങ്ങളുടെയും പരമകാരണം എന്ന നിലയ്ക്കും എല്ലാത്തിൻ്റെയും ആലംബവും സാരാംശവും എന്ന നിലയ്ക്കും കൃഷ്ണൻ സകല ജീവജാലങ്ങളുടെയും പരമമായ ആരാധനാപാത്രമാണെന്ന് ആ ശ്ലോകത്തിലൂടെ നമുക്ക് 10ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇന്നിപ്പോ നമ്മള് 11ാമത്തെ അധ്യായത്തിലാണ്. 11ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനം ആണ്, വിശ്വരൂപമാണ് ഈ 11ാമത്തെ അധ്യായത്തിൽ പൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഭഗവാന്റെ ആ വിശ്വരൂപ കാണിക്കാനായിട്ട് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്ന ഒരു ശ്ലോകമാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്കത് അതിനകത്തേക്ക് കൂടുതലായിട്ട് പോവാം. അപ്പൊ മാതാജി ആ ശ്ലോകം വായിച്ചോളൂ മാതാജി. അധ്യായം 11 വിശ്വരൂപം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുനോവാച മദനുഗ്രാഹയ പരമം ഗുഹ്യമധ്യാത്മ സന്നിധം തത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. അപ്പൊ അർജുനൻ പറയാണ്, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത്. അപ്പൊ എന്താണ് ഇതിനകത്ത് വ്യാമോഹങ്ങൾ? കാരണം ഇത് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അർജുനനും കൃഷ്ണനും തമ്മിലൊരു സംസാരം ആണ് ഇവിടെ ഈ ഒരു ഭഗവത്ഗീത വരുന്നത്. അപ്പൊ അതിനകത്ത് വ്യാമോഹങ്ങൾ, ഈ ശ്ലോകത്തിൽ പറയുന്ന വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് വ്യാമോഹങ്ങൾ? അർജുനന്റെ വ്യാമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ
അർജുനന്റെ മുമ്പിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ അർജുനന്റെ ഗുരുക്കന്മാര്, അതുപോലെ തന്നെ സഹോദരങ്ങള്, അതുപോലെ തന്നെ കൂട്ടുകാര്, ഇതുപോലെ ഒരുപാട് ആളുകളെ പരിചയമുള്ള എല്ലാവരും കാണുമ്പോൾ അർജുനൻ ആകെ ഇവരെല്ലാം കൊല്ലേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരികയാണല്ലോ എന്ന് ഓർത്ത് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് ഭഗവാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഭഗവാന്റെ മറുപടിയിലൂടെയുമാണ് ആ ഒരു ഇത് കടന്നു വന്നത്. അപ്പൊ അവിടെ ആ വ്യാമോഹമാണ്, എനിക്കിനി ആരെയും കൊല്ലാൻ പറ്റില്ല, എനിക്ക് ഇവരെ ഒന്നും കൊന്നിട്ട് എനിക്ക് ഭൂമിയോ ഒന്നും വേണ്ട, ഒരു സുഖസൗകര്യവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ആ ഒരു വ്യാമോഹത്തെയാണ് ഇവിടെ അർജുനൻ തിരുത്തി പറയുന്നത്. എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ എന്താ ഇതിനകത്ത് പറയുന്ന ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ അധ്യായത്തില് കൃഷ്ണനാണ് സർവ്വ സൃഷ്ടികളുടെയും കാരണത്തിന് കാരണമെന്ന് തുറന്നു കാണിക്കുന്നു. ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഉത്ഭവസ്ഥാനമായ മഹാവിഷ്ണുവിന്റെയും കാരണഭൂതൻ അത്രേ ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹം ഒരു അവതാരമല്ല, അവതാരങ്ങൾക്കും ഉറവിടമാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താ പറയുക വെച്ചാല് ഈ കേരളത്തിലെ സാധാരണ പൊതുവെ എല്ലാ അമ്പലങ്ങളിലും അല്ലെങ്കിൽ അമ്പല പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ ഭക്തന്മാരും എല്ലാ അവതാരങ്ങളും മഹാവിഷ്ണുവിനിൽ നിന്നാണ് വരുന്നതെന്നുള്ളൊരു അറിവ് എല്ലാവരും എങ്ങനെയോ എവിടെ നിന്നൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇതല്ല, അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഇതിന്റെ എല്ലാം ഉറവിടം എന്നാണ് ഈ ശ്രീല പ്രഭുപാദർ ഈ ഒരു പർപ്പറ്റിനകത്ത് പറയുന്നത്. കാരണം വെച്ചാല് സകർത്ത കൃഷ്ണയന്ത്രസ്തു ഗോലോകേശ പരാത്പര ഏനവേ നിർമ്മിതേ സർവേ ബ്രഹ്മ വിഷ്ണു ശിവാദയ. അതായത് സാക്ഷാൽ ബ്രഹ്മാവിനെയും ശിവനെയും വിഷ്ണുവിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുള്ളൊരു കാര്യം ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് എന്താണ് പറയുന്നത്, സകർത്ത കൃഷ്ണയന്ത്രസ്തു, സകർത്ത എല്ലാ കർത്തങ്ങളുടെയും കർത്താകാര്യങ്ങളുടെയും സകർത്ത കൃഷ്ണയന്ത്രസ്തു ഗോലോകേശ പരാത്മന, ഗോലോകത്ത് താമസിക്കുന്ന ഗോലോകേശപര ഏനവേ നിർമ്മിതി സർവേ ബ്രഹ്മ വിഷ്ണു ശിവാദയ, ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും സൃഷ്ടിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെയോ ഇവിടെ ഒരു ഇത് വന്നു കൂടിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പരമ്പരയിലൂടെ അല്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ എവിടേക്കോ പറഞ്ഞു കേട്ടത് എങ്ങനെ അങ്ങ് പോവാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം വ്യാമോഹം തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സുഹൃത്തായ സാധാരണ മനുഷ്യൻ എന്ന നിലയില്ല, സകലത്തിന്റെ സ്രോതസ്സായ നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത്. ശരിക്കും ആക്ച്വലി ഇവര് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഈ അതായത് തെറ്റായിട്ടുള്ള ഈ പഠനം എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ ഒരു സദ്യ നടക്കുന്ന സമയത്ത് ഒരു പൂച്ച എപ്പോഴും വന്ന് ശല്യപ്പെടുത്തും ഒരു വീട്ടില്. അപ്പൊ ആ കാലിയുടെ എല്ലാവരുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു അവിടുത്തെ കാരണവർ എന്താ ആ പൂച്ചയെ പിടിച്ച് ഒരു കൊട്ടയ്ക്കകത്തിട്ട് വെക്കും. ഇത് അദ്ദേഹത്തിന്റെ ചെറുമകൻ കാണുകയാണ്. അപ്പൊ അദ്ദേഹം മരിച്ചുപോയി, അടുത്ത തലമുറ വന്നു, ഈ കുട്ടി വലുതായി, ആ കുട്ടിയുടെ അച്ഛനും ഇതുപോലെ തന്നെ ചെയ്തിരുന്നു. പൂച്ച വരുമ്പോൾ പൂച്ച എടുത്തിട്ട് ഒരു കൊട്ടയ്ക്കകത്താക്കി വെക്കും. ആൾക്കാർക്ക് ശല്യം ഇല്ലാതിരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കൊച്ചുകുട്ടി എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാല്, ഈ സദ്യകൾ നടക്കുന്ന സമയത്ത് ഈ ഒരു പൂച്ചയെ പിടിച്ച് കൊട്ടയ്ക്കകത്ത് ഇടണം. അപ്പൊ പൂച്ച വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ടുവന്ന് ഒരു പൂച്ചയെ പിടിച്ച് കൊട്ടയ്ക്കകത്താക്കിയിടും. അപ്പൊ ഇത് ഒരു ഗുരുശിഷ്യ സമ്പ്രദായം കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ ചീത്തയായിട്ടുള്ള ഈ പരമ്പര, വേറൊരു പരമ്പര. ശരിക്കും ആക്ച്വലി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് 4-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജസ്യോ വിദു എന്നുള്ള ശ്ലോകം. അതിനകത്ത് എന്താ പറയണേ, അതായത് ആധ്യാത്മിക വിഷയങ്ങൾ ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ തന്നെ പ്രാപ്തമാക്കണം എന്നാണ് ഭഗവാൻ നമ്മൾക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അത് കൂടാതെ ഇതുപോലെയുള്ള ഈ വേറൊരു അപസമ്പ്രദായം എന്നുള്ള അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്ന കാര്യങ്ങൾ വഴിയാണ് ഈ ഇവിടെ കേരളത്തിലുള്ള എല്ലാ ഭക്തന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ അമ്പലത്തിലും ചെന്നാൽ കാണാം ശ്രീകൃഷ്ണ ഭഗവാൻ 10-ാമത്തെ അവതാരമായിട്ട് കാണുന്നു. പല സ്ഥലത്തും എഴുതി വെച്ചേക്കണം, അതുപോലെ തന്നെ സപ്താഹ സമയങ്ങളിലൊക്കെ എഴുതി വെച്ചേക്കണം കാണാം പല ബോർഡുകളിലും. ശ്രീകൃഷ്ണ ഭഗവാൻ 10-ാമത്തെ അവതാരമായിട്ട്. അപ്പൊ അത് ശരിക്കും ആക്ച്വലി ഇതുപോലെയാണ്, അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ തുറന്ന് പരമ്പരയായിട്ട് പോവാണ്. ഇവർ ശരിക്കും ആക്ച്വലി ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ വന്ന് മാത്രമേ ഇവർക്ക് ഈ തെറ്റായിട്ടുള്ള അറിവുകളെല്ലാം മാറ്റി നല്ലൊരു രീതിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഹരേ കൃഷ്ണ മാതാ. ഇപ്പൊ നെക്സ്റ്റ് വായിച്ചോളൂ മാതാ. ഭവാപ്യയോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകത്തില് എന്താ പറയുക വെച്ചാൽ, അല്ലയോ കമലാശ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെ കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ട് കഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഉദയാസ്തമയങ്ങൾ, അല്ലയോ കമലാശ. ഇവിടെ ഒരു പദം ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, കമലാശൻ എന്ന്. എന്താണ് കമലാശൻ എന്ന് പറഞ്ഞാല്, ശ്രീകൃഷ്ണന്റെ കണ്ണുകൾ
താമരപ്പൂവിന്റെ ഇതളുകൾ പോലെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ താമരപ്പൂവിന്റെ ഇതളുകളായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ണുകളുടെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെല്ലാവരും. അപ്പോഴാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഈ ഭഗവാന്റെ കാണുമ്പോൾ ഒരു കണ്ണ് തന്നെ, രണ്ട് കണ്ണുകൾ താമരപ്പൂവിന്റെ ഇതളുകളായിട്ട് കാണുമ്പോൾ അനേകം കണ്ണുകളാകുമ്പോഴേക്ക് എന്താ അദ്ദേഹത്തിന്റെ ആ ഒരു ഭംഗി ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കമലാക്ഷൻ സംബോധന ചെയ്യുന്നത് കൃഷ്ണനെ, അത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുന അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ഒരു പേര് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് അഹം കൃഷ്ണസ്യ ജഗത പ്രളയസ്ഥത പ്രഭവ പ്രളയസ്ഥത എന്നാണ്. ഈ സമ്പൂർണ്ണ ജഗത്തിന്റെ ആയുർഭാവ തിരോഭാവങ്ങളുടെ പ്രഭവസ്ഥാനം ഞാൻ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്, ഒരു പ്രത്യേക കാലഘട്ടത്തില് ഈ പ്രഭവം ഉത്ഭവിക്കുകയും അതുപോലെ തിരോധാനം സംഭവിക്കുന്ന ഈ ഭൗതിക ലോകത്തെ അതും ഭഗവാന്റെ ഒരു വിഭൂതികളായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രളയ പ്രഭവസ്ഥത എന്ന് പറഞ്ഞാൽ വരുന്നതും അതുപോലെ ഇല്ലാണ്ടാക്കുന്നതും ഭഗവാൻ തന്നെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. യഥാത്മാത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തില് ഹേ പരമപുരുഷോത്തമ, ഹേ പരമ്പൊരുളെ, അങ്ങു തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ എന്റെ മുമ്പിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വവിഷ്കാരത്തിന്റെയും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ രൂപം എനിക്ക് കാണിച്ചു തരണമെന്ന് ഈ ഒരു ശ്ലോകത്തില് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. മനസ്സിലായില്ല? എന്താ, അർജുനനെ സാധാരണ ഒരു ഭക്തന്മാര് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഇവിടെ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? സാധാരണ ഭക്തന്മാർ അങ്ങനെ ഭഗവാനോട് ചോദിക്കാറുണ്ട്, എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണണമെന്ന്. പക്ഷെ ഇവിടെ അർജുനൻ പറയുന്നത് ഭൗതിക പ്രപഞ്ചത്തിന്റെ വ്യക്തിപരമായ പ്രാതിനിധ്യമേറ്റ് താൻ ഉൾപ്പോകിയതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി സാധ്യമായതും അത് തുറന്നുകൊണ്ട് ഇരിക്കുന്നതുമെന്ന് ഇവിടെ ഭഗവാൻ പറയുകയാണ്. അപ്പൊ അതായത് ഇവിടെ പ്രപഞ്ച സൃഷ്ടിയിലെ എല്ലാ ഗ്രഹങ്ങളിലെ ഓരോ ഗ്രഹങ്ങളിലും ഭഗവാൻ ഉൾപ്പോകിയിട്ടാണ് ഈ ഗ്രഹങ്ങളെ നിലനിർത്തുന്നത് തന്നെ. ആ ഭഗവാനെ ഉൾപ്പോകിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ സൂര്യനായാലും ചന്ദ്രനായാലും ശ്രീമദ് ഭാഗവത്തില് 3-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ 44-ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൽ എന്താണ്, ഭഗവാൻ ഓരോ ഗ്രഹങ്ങളിലും ഉൾപ്പോകി അവയെ താങ്ങി നിർത്തുന്നത് ഭഗവാനാണെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇവിടെ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ വ്യക്തിപരമായ പ്രാതിനിധ്യമേറ്റ് താൻ ഉൾപ്പോകിയത് കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി സാധ്യമായതും അത് തുറന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ സൂര്യചന്ദ്രന്മാര് എല്ലാ ഗ്രഹങ്ങളും അവരവരുടേതായ ഡ്യൂട്ടി ഭഗവാനെ ഭയമുള്ളത് കൊണ്ടാണ് അവരവരുടെ ഡ്യൂട്ടികളെല്ലാം കറക്റ്റായിട്ട് ഈ ഗ്രഹങ്ങളെല്ലാം നിലനിർത്തി പോരുന്നതെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വരും കാലങ്ങളിൽ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ ഇവിടെ ഇപ്പൊ കലിയുഗമാണ്. ഈ കലിയുഗത്തില് ഒരുപാട് എന്നുവെച്ചാൽ പരമ്പരയിൽ ഒന്നുമില്ലാത്ത ഞാൻ ഗുരുവാണ് അല്ലെങ്കിൽ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് വ്യാജ ഗുരുക്കന്മാരുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി അർജുനൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇവിടെ വ്യാജ ഗുരുക്കന്മാർ ഭഗവാന് വിശ്വരൂപം ഭഗവാൻ കാണിച്ചു തരുന്ന പോലെ ഇവിടുത്തെ വ്യാജ ഗുരുക്കന്മാർ, ഇത് കലിയുഗമാണ്, ഈ കലിയുഗത്തിൽ ആയിരക്കണക്കിന് വ്യാജ ഗുരുക്കന്മാർ ഉണ്ടായി വരുമെന്നാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ അർജുനൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇതുപോലെയുള്ള വ്യാജ ഗുരുക്കന്മാർ വരുമ്പോൾ ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ഈ വ്യാജ ഗുരുക്കന്മാർ അവരവരുടേതായ സ്വയം വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെ, അല്ലെ? അപ്പൊ അതും കൂടി ഇവിടെ പ്രതിപാദിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടെ അർജുനൻ ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാം ഇത് അർജുനന് വേണ്ടിയിട്ടല്ല, ഇത് വരും കാലഘട്ടത്തിലെ ജനങ്ങൾക്കും കൂടി പ്രയോജനകരമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാം. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മനമവ്യയം. പ്രഭോ, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ അല്ലയോ സർവയോഗേശ്വര, ദയവായി ആ നിസ്സീമമായ രൂപം എനിക്ക് കാണിച്ചു തരണമേ. ഇവിടെ ഭഗവാനോട് അർജുനൻ കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ ഒരു ആജ്ഞയല്ല ആക്ച്വലി നടത്തിയിരിക്കുന്നത്. ഭഗവാനെ കൃഷ്ണ, എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള ഒരു യോഗ്യത ഉണ്ടെങ്കിൽ
യോഗ്യതയുണ്ടെങ്കിൽ അങ്ങ് അങ്ങയുടെ വിശ്വരൂപം കാണിച്ചു തരണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അർജുനൻ. അല്ലാതെ അർജുനൻ ആജ്ഞാരൂപത്തിലല്ല ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഭഗവാൻ അചിന്ത്യ പ്രഭാവശാലി ആയതിനെ യോഗേശ്വരൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ആത്മാർപ്പണം ചെയ്ത ഭക്തി യോഗത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനയിൽ ഏർപ്പെടുന്നവർക്ക് കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനാകാറുള്ളൂ. ഊഹാപോഹങ്ങളുടെ സാധ്യതയെ ആശ്രയിക്കുന്നവർക്ക് ഭഗവത് ദർശനം അസാധ്യമാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അർജുനൻ എന്ന ഒരു വ്യക്തി കൃഷ്ണഭക്തനായിട്ടുള്ള അത്രയ്ക്ക് അദ്ദേഹം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ ചിന്തയില്. ഉറങ്ങുന്ന സമയത്ത് കൃഷ്ണ 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 എന്നുള്ള ഒരു ധ്വനിയാണ് അവിടെ വരുന്നത്. അപ്പൊ അത്രയ്ക്ക് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അർജുനൻ. അപ്പൊ അർജുനൻ എന്താ ഇവിടെ പറഞ്ഞാല്, ആ ഒരു ഭഗവാനെ എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അങ്ങ് എനിക്ക് കാണിച്ചു തരണം. ഇവിടെ അഷ്ടാംഗ യോഗയുണ്ട്, ഹഠയോഗയുണ്ട്, ധ്യാനയോഗയുണ്ട്, കർമ്മയോഗയുണ്ട്. ഇങ്ങനെ ഒരുപാട് യോഗാസന മുറകളൊക്കെ കുറിച്ച് നമുക്കറിയാം, അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യോഗ എന്ന് പറഞ്ഞാൽ ഭക്തി യോഗയാണ്. അപ്പൊ ഭക്തി യോഗയാണ് ഏറ്റവും അത്യുത്തമ യോഗയും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഭഗവാൻ അദ്ദേഹത്തിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോഥ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പരമ ദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതിയിലുമുള്ള എൻ്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ട് അർജുനന് ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു. അപ്പൊ അതിനകത്ത് വിശ്വരൂപത്തില് ഈ പറഞ്ഞ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളല്ലേ, എല്ലാ ദേവീദേവന്മാരെയും അതുപോലെ എല്ലാവരെയും പല രൂപത്തിലും പല നിറത്തിലും പല രീതിയിലും പല ആകൃതിയിലുമുള്ള പല പല രൂപങ്ങളിലൂടെ ഭഗവാൻ അർജുനെ കാണിച്ചു കൊടുക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപത്തില് ഈ 33 മുക്കോടി ദേവീദേവന്മാരും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്ക് 31-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തില്, ശ്രീമദ് ഭാഗവത്തില് 11-ാം കാൻഡോയിലും 31-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? 33 മുക്കോടി ദേവീദേവന്മാരുണ്ട് ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തില്. അപ്പൊ ഇവരെ എല്ലാരെയും നമുക്ക് സാക്ഷ്യപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവരെയും നമുക്ക് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ ഭജിക്കുന്നതെങ്കിൽ 33 മുക്കോടി ദേവീദേവന്മാരും പൂർണ്ണ സംതൃപ്തരാകുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ ദേവീദേവന്മാരെയും അർജുനൻ ഈ ഭഗവാനിൽ കാണുകയാണ്. ഈ 33 മുക്കോടി ദേവീദേവന്മാർ, അവരുടെ കൈകളും അവരുടെ കാലുകളും അപ്പൊ എല്ലാം താമരപ്പൂവിന്റെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളായിട്ട് കാണുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം, അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ആ വിശ്വരൂപം ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ഓക്കെ, ഹരേ കൃഷ്ണ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂന്യ ദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഓ ഭാരത ശ്രേഷ്ഠ, ഇതാ ആദിത്യർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി ഇതിന് മുമ്പ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭരതശ്രേഷ്ഠ, ഇതാ ആദിത്യന്മാർ എത്ര പേരുള്ളേ? ആദിത്യന്മാർ ദ്വാദശാദിത്യന്മാർ എന്നാണ് പറയപ്പെടുന്നത്. 12 ആദിത്യന്മാര്. പിന്നെ എന്താണ് വസുക്കൾ? എന്താണ് അഷ്ടവസുക്കള്, 8 വസുക്കള്, 8 പേരാണുള്ളത്. അതുപോലെ രുദ്രന്മാര് ഏകാദശ രുദ്രന്മാരുടെ പറ്റി നമുക്കറിയാം. അതുപോലെ അശ്വിനി ദേവന്മാർ, അശ്വിനി ദേവതകളുണ്ട്. അതുപോലെ മരുത 49 ദേവന്മാരുള്ള ഉള്ളത് മരുത. അപ്പൊ ഇവരെല്ലാരും ആരും ഇതുവരെ ഇവരാരും കണ്ടിട്ടില്ലാത്ത ആ ഒരു വിശ്വരൂപം ഭഗവാൻ അർജുനന് മാത്രമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയില് കൊടാനുകൂടി, അതായത് 64,000 കോടി ജനങ്ങളാണുള്ളത് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ. അവർക്ക് ആർക്കും ഈ ഒരു ഭഗവാന്റെ വിശ്വരൂപം കാണാനായിട്ട് സാധ്യമല്ല. കാരണം വെച്ചാൽ അവര് ഭൗതിക ലോകത്താണ്. അവരെ ചക്ഷുഷ് അല്ലെങ്കിൽ കണ്ണ് ഭഗവാനെ കാണാനുള്ള അല്ലെങ്കിൽ അവരുടെ ഭഗവാന്റെ ദർശനം എടുക്കാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തതിനാൽ അർജുനന് മാത്രമായിട്ട് ദിവ്യ ചക്ഷു കൊടുത്തുകൊണ്ടാണ് അർജുനന് ആ ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ
യച്ഛാന്യത് ദൃഷ്ടുമിച്ഛസി. അപ്പോ അല്ലയോ അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നത് എന്തെന്നും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ നീ കണ്ടുകൊള്ളൂ. ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലാൽ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് പോലും സർവ്വചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. ഇതിനകത്ത് ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താ? അല്ലയോ അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നത് എന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ നീ കണ്ടുകൊള്ളൂ. നീ കാണാനായിട്ട് ആഗ്രഹിക്കുന്നതെല്ലാം എന്റെ ശരീരത്തിൽ ഇപ്പോൾ നീ കണ്ടുകൊള്ളൂ. അത് കൂടാതെ എന്താ പറയുന്നത്? ഇനി വരാനിരിക്കുന്നതും ഇപ്പോഴത്തെ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും കൂടി നീ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ശ്ലോകം പറഞ്ഞു. ഇനി മേല കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് പോലും സർവ്വചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. എല്ലാ ചരാചരങ്ങളും, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളും കൂടി അടങ്ങിയിരിക്കുന്നതാണ് ഭഗവാന്റെ വിശ്വരൂപം. അതായത് ഒരിടത്ത് നിന്നുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ കാണാൻ ആർക്കും സാധ്യമല്ല. ഒരു വിദഗ്ധനായ ശാസ്ത്രജ്ഞനും പ്രപഞ്ചത്തിൽ മറ്റിടങ്ങളിൽ കാണുന്നത് എന്തെന്ന് അറിയാനാവില്ല. ഒരു ശാസ്ത്രജ്ഞന് പോലും ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ സാധ്യമല്ല എന്നുള്ള. ഇപ്പൊ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. എന്നാലും അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴത്തെ അഡ്വാൻസ്മെന്റ് ആണോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലത്തുള്ള അഡ്വാൻസ്മെന്റ് ആണോ ഏറ്റവും ഉന്നതിയിലുള്ളതെന്ന് ഇപ്പൊ നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്താണ് ഭഗവാൻ ദ്വാരകയിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഇവിടെ മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന സ്ത്രീകള്, അതായത് ഭഗവാന്റെ തോഴിമാര്, ഈ നോക്കത്താ ദൂരത്തോളം ബിൽഡിങ്ങുകൾ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. എത്ര ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ നമുക്കൊരു 20, 25, 30 നിലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് നോക്കത്താ ദൂരത്തുള്ള മണിമാളുകളിലൂടെ ഇരുന്ന് ഗോപശ്രീകള് ഭഗവാനെ നോക്കി കണ്ട് ആസ്വദിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പുഷ്പക വിമാനം. ഇന്നത്തെ കാലത്ത് ഒരു പൈലറ്റ് ഒരു ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് ഓടിച്ചെങ്കിൽ മാത്രമേ ആ ഒരു വിമാനം ഇന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പക്ഷേ പുഷ്പക വിമാനത്തെ പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഇപ്പോഴത്തെ ടെക്നോളജി എന്നാൽ അതുപോലെ ആയിട്ടില്ല. അപ്പൊ അന്നത്തെ കാലത്ത് പുഷ്പ വിമാനം വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, മനസ്സിൽ ഓർത്താൽ മതി, ആ പുഷ്പ വിമാനത്തിൽ കയറി ഇരിക്കുന്ന ആരാണോ ആ വ്യക്തി ഇന്ന സ്ഥലത്തേക്ക് പോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആ വിമാനം നേരെ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യും. അപ്പൊ ഏത് കാലത്തുള്ള അഡ്വാൻസ്മെന്റ് ആണ്? ഇപ്പോഴത്തെ അഡ്വാൻസ്മെന്റ് ആണോ ഭഗവാൻ കൃഷ്ണന്റെ കാലത്തുള്ള ശാസ്ത്ര പുരോഗതിയാണോ അഡ്വാൻസ് ആയിട്ടുള്ളത്? ആ ഒരു ഒറ്റ കാര്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അർജുനെ പോലെയുള്ള ഒരു ഭക്തനാകട്ടെ പ്രപഞ്ചത്തിന്റെ ഏതൊരു മൂലയും അവിടെ നടക്കുന്നത് കാണാം. കഴിഞ്ഞതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ഭാവിയിൽ സംഭവിക്കുന്നതുമായ എല്ലാം ദർശിക്കാനുള്ള കഴിവ് കൃഷ്ണൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണന്റെ കാരുണ്യത്താൽ അർജുനന് സകലതും കാണാൻ കഴിവുണ്ടാകുന്നു. അപ്പൊ ആ ദിവ്യ ചക്ഷുഷിലൂടെയാണ് ഭഗവാന്റെ ആ വിശ്വരൂപം അർജുനന് കാണാൻ സാധിച്ചത്. അതുപോലെ 64,000 കോടിയുള്ള ആ യുദ്ധഭൂമിയില് വേറെ ആർക്കും അത് കാണാൻ സാധിച്ചില്ല. രുദ്രന്മാർക്കോ മറ്റുള്ള ആർക്കും ഇന്ന് വരെ കാണാൻ സാധിക്കാത്ത ആ വിശ്വരൂപമാണ് ആദ്യമായിട്ട് അർജുനന് കാണാനുള്ള ഒരു അവസരം ഭഗവാൻ കൊടുക്കുന്നത് ദിവ്യ ചക്ഷുഷിലൂടെ. ഓക്കെ, ഹരേ കൃഷ്ണ മാതാജി. നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. പക്ഷേ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാകില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുഷ നൽകുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവ്യ ചക്ഷുഷിലൂടെയാണ് ഭഗവാൻ അർജുനന് തന്റെ വിശ്വരൂപ ദർശനം കൊടുക്കുന്നത്. ഒരു ശുദ്ധ ഭക്തൻ കൃഷ്ണനെ ദ്വിഭുജരൂപനല്ലാതെ, എന്താണ് ദ്വിഭുജരൂപൻ? അതായത് ഇരു കൈകളിലൂടെ ആ 2 കൈകളുള്ള അതാണ് ദ്വിഭുജരൂപനല്ലാതെ എന്ന് പറയുന്നത്. വേറൊരു രൂപത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാനെ 2 കൈകളുള്ള ആ ഒരു രൂപത്തിൽ കാണാനാണ് ഏതൊരു ഭക്തനും ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ഭക്തന് ഭഗവത് കാരുണ്യത്താൽ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാം. മനസ്സുകൊണ്ടല്ല, ആത്മീയ നേത്രങ്ങൾ കൊണ്ട് വേണം വിശ്വരൂപം ദർശിക്കേണ്ടത്. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ മനസ്സിനെ മാറ്റുകയല്ല, വീക്ഷണം മാറ്റുവാനാണ് കൃഷ്ണൻ നിർദ്ദേശിച്ചത്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് മാറ്റേണ്ടത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഏതാണ്? ഭൗതികതയിൽ നമ്മൾ മുങ്ങി നിൽക്കുന്ന ഒരു രീതിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ആധ്യാത്മിക വിഷയങ്ങൾ വരുമ്പോൾ ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഭക്തി യോഗയിലൂടെ, ഭക്തി മാർഗത്തില് മുന്നേറുമ്പോൾ മാത്രമാണ് നമ്മൾ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചില ദുർവാശികളും ഈഗോയിസവും മറ്റു കാര്യങ്ങളും നമ്മൾ കുറേശ്ശെ മാറ്റി നമ്മൾ യഥാർത്ഥ ഒരു ശുദ്ധ ഭക്തിയിലേക്ക് വരുമ്പോഴാണ് നമ്മളൊരു ഭഗവാനുമായിട്ടുള്ള ഒരു കൂടുതൽ ആത്മബന്ധം
ബന്ധം ഉണ്ടാകുന്നതും ഒക്കെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ മനസ്സിനെ മാറ്റിയല്ല വീക്ഷണം മാറ്റുവാനാണ് കൃഷ്ണൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൃഷ്ണന്റെ കളിച്ചങ്ങാതികളാട്ടെ മാതാപിതാക്കളാട്ടെ വിഭൂതികൾ കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണൻ പുരുഷോത്തമനായ ഭഗവാനാണെന്ന് തന്നെ അവർ അറിഞ്ഞിട്ടില്ല. അത്രയുമധികം വിശുദ്ധ സ്നേഹത്തിൽ മുഴുകിയിരുന്ന അവരുടെ ഹൃദയത്തിൽ പ്രേമഭരിതമായ സഹവാസത്തിൽ കൃഷ്ണന്റെ സമുത്കൃഷ്ടത അവർ സ്മരിക്കുന്നു. കൃഷ്ണനോടൊപ്പം കളിച്ചു വരുന്ന കുട്ടികളെല്ലാം പരിശുദ്ധരായ ജീവാത്മാക്കളാണെന്നും അനേകായിരം ജന്മങ്ങൾ കൊണ്ടാണ് അവർക്ക് കൃഷ്ണനുമായി കളിക്കാൻ സാധിച്ചതെന്നും ഭാഗവത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ബാലന്മാർ കൃഷ്ണൻ പരമ ദിവ്യത്വ പുരുഷനാണെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ഗോപന്മാര് ഗോപസ്ത്രീകള് എല്ലാവരും ഭഗവാന്റെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയ്ക്ക് പോലും ഇത് സാക്ഷാൽ പരമ ദിവ്യ പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുള്ള ബോധം അവരിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ലീലകൾ കറക്റ്റായിട്ട് ഈ ഒരു യാന്ത്രികമായിട്ടല്ല ആ ഒറിജിനലോടുകൂടി അവർക്ക് നടത്താൻ സാധിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവർ ആ രീതിയിൽ മനസ്സിലാക്കിയതുകൊണ്ട് യഥാർത്ഥത്തിൽ കൃഷ്ണനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. പരമ ദിവ്യത്വ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ചങ്ങാതി എന്ന് അവർക്ക് അറിയാത്തതിന്റെ കാരണം വെച്ചാൽ അത് ഭഗവാൻ അത് മറച്ചിരിക്കുകയാണ്. കാരണം അപ്പോൾ ഈ ലീലകള് കറക്റ്റായിട്ട് ഒറിജിനാലിറ്റി അവിടെ വരില്ല. അപ്പൊ ഇവര് എങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടുള്ള ഈ ഒരു ലീലകൾ ആടാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ അവരുടെ മുൻ ജന്മങ്ങളിൽ പഴയ ജന്മങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ അതായത് ഭഗവത് സേവനങ്ങളുടെ ആ ഒരു തുടർച്ചയായിട്ടാണ് അവർക്ക് ഈ ഭഗവാന്റെ ഈ സേവനത്തിൽ അവർക്ക് എത്തപ്പെടാൻ സാധിച്ചെന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഉത്തമ ഭക്തർ വിശ്വരൂപ ദർശനം ആഗ്രഹിക്കുന്നില്ല. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കേണ്ടതിരുന്നു. അതോടൊപ്പം ഭാവിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും വേണം. താൻ ദിവ്യ പുരുഷോത്തമനാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് വെറും സൈദ്ധാന്തികമായ ദർശനീയമല്ല. പരമ ദിവ്യത്വ പുരുഷനായ കൃഷ്ണനെ അറിയാനും അങ്ങനെ അർജുനനെ പിന്തുടരാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൃഷ്ണൻ സൈദ്ധാന്തികമായി താൻ പരമപുരുഷനാണെന്ന് പറയുക മാത്രമല്ല അത് വാസ്തവത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കലിയുഗത്തില് ഒരുപാട് ഇതുപോലെ ഈ യഥാർത്ഥ ഗുരുക്കന്മാരല്ലാത്ത വ്യാജ ഗുരുക്കന്മാരൊക്കെ പൊങ്ങി വരും. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത് പോലെ ഈ പറയുന്ന ഈ കലിയുഗത്തിൽ പൊങ്ങി വരുന്ന ഈ വ്യാജ ഗുരുക്കന്മാര് അവരുടെ വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ സ്വയം ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പില് വെളിപ്പെട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ അർജുനൻ ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. മാതാജി. സഞ്ജയോവാച ഏവ മുക്താ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. 9ാമത്തെ അധ്യായത്തില് സഞ്ജയൻ പറയാണ്, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണനെ ഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം ഇതുപോലെ വ്യാസദേവന്റെ ദിവ്യമായിട്ടുള്ള ആ ഒരു ഇത് ചക്ഷുഷ് കിട്ടുന്നതുകൊണ്ടാണ് സഞ്ജയൻ ഇവിടെ അദ്ദേഹത്തിന് ധൃതരാഷ്ട്രൻ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു കഥ ഇവിടെ ഇപ്പൊ അല്ലയോ രാജാവേ എന്നിവിടെ അഭിസംബോധന ചെയ്യുന്നത് സഞ്ജയ് ഉപാധ്യയാണ്. സഞ്ജയൻ പറയാണ്, രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു എന്ന് ധൃതരാഷ്ട്രോട് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ മാതാജി. അനേക വക്ത്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ. ഈ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേക ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും വ്യാപ്തവുമായിരുന്നു ആ രൂപം. ആ ഒരു വിശ്വരൂപത്തിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 33 മുക്കോടി ദേവീദേവന്മാരുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവരെ എല്ലാവരെയും ഇവിടെ അർജുനൻ ദർശിക്കുകയാണ് ഈ വിശ്വരൂപത്തിലൂടെ. അപ്പൊ അവരുടെ എല്ലാവരുടെയും കണ്ണുകള് എത്ര ആളുകളുണ്ട് അതനുസരിച്ചുള്ള കണ്ണുകൾ, അതനുസരിച്ചുള്ള മൂക്കുകള്, അതനുസരിച്ചുള്ള എല്ലാ ദേവീദേവന്മാരിലുമുള്ള ആയുധങ്ങള്, ഇതെല്ലാം ഇവിടെ അർജുനൻ കാണുകയാണ് ഈ ഒരു വിശ്വരൂപ ദർശനത്തിലൂടെ. അപ്പൊ അതുപോലെ കൂടാതെ
ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ആ ചേല അല്ലെങ്കിൽ വസ്ത്രം, ദിവ്യമായിട്ടുള്ള ആ വസ്ത്രം, അതുപോലെ തന്നെ സുഗന്ധലേപങ്ങള്, ദിവ്യമായിട്ടുള്ള സുഗന്ധലേപങ്ങൾ, ഇതെല്ലാം പൂശിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ വിശ്വരൂപം, അത് വളരെയധികം നല്ല സ്മെല്ലോട് കൂടി, അത് ഭഗവാന്റെ നമ്മളിപ്പോ പെർഫ്യൂമൊക്കെ അടിച്ചു കഴിഞ്ഞാല് അടുത്തുകൂടി ഒരാൾ പോയാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കില്ലേ? അപ്പൊ അത് അത്രയ്ക്ക് ദിവ്യമായിട്ടുള്ള സ്പ്രേ ഇതുകളും അതുപോലെ തന്നെ വസ്ത്രാഭരണങ്ങളും എല്ലാം അണിഞ്ഞ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു വിശ്വരൂപമാണ് ഇവിടെ അർജുനൻ ദർശിക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ മാതാജി. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപതുത്തിത യദി ഭാസദ്യശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാപൂരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ഈ സൂര്യഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ലോകത്തിലേക്ക് വേണ്ടി മാത്രം ആ സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഏതെല്ലാം രാജ്യങ്ങളിലാണ് ആ സൂര്യന്റെ ഒരു പ്രഭാവലയം അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം അല്ലെങ്കിൽ ആ ചൂടെല്ലാം കിട്ടി പ്രകൃതിക്കും മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നതോ. പക്ഷെ അതിനേക്കാളും ആയിരമായിരം സൂര്യന്മാർ ഒരുമിച്ച് ചേർന്ന് ലൈറ്റ് വരുമ്പോഴുള്ള പ്രകാശം എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും അതിമഹത്തായിട്ടുള്ള ആ ഒരു പ്രഭാവലയമാണ് ഭഗവാൻ ഇവിടെ അർജുനൻ കാണുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അതായത് വിവരിക്കാൻ കഴിയാത്ത അത്രയും പ്രഭാവമായിരുന്നു അർജുനൻ കണ്ട ആ വിശ്വരൂപം. ധൃതരാഷ്ട്ര രാജാവിന് അതിന്റെ മാനസിക സ്ഥിരീകരണം നൽകാൻ യജ്ഞിക്കാണ് സഞ്ജയൻ ഇതിനകത്ത്. സഞ്ജയനോ ധൃതരാഷ്ട്രനോ ആ സമയത്ത് രണാങ്കണത്തിലായിരുന്നു, എങ്കിലും അവിടെ നടക്കുന്നതെല്ലാം വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയന് കാണാൻ കഴിഞ്ഞു. അപ്പോ വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയന് കാണാൻ കഴിഞ്ഞ അർജുനൻ കണ്ട പോലെ തന്നെ അത് ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ മാതാജി. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. വിശ്വാത്മകമായ ഈ ഭഗവത് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാ വിഭാഗങ്ങളും ഒരേ സമയം അർജുനനെ കാണാൻ സാധിച്ചു. വിശ്വാത്മകമായ ഈ ഭഗവത് രൂപത്തിൽ, അതായത് ഭഗവാന്റെ ഈ വിശ്വരൂപ ദർശനത്തില് അപരിമേയമായിട്ടുള്ള, നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ നാനാ വിഭാഗങ്ങളും പ്രപഞ്ചത്തിലുള്ള മറ്റു കാര്യങ്ങളും കൂടി ഇതിനകത്തേക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭഗവാൻ ഈ ദർശനം കാണുന്നത്. അർജുനന് അത് അങ്ങനെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഭാവാർത്ഥത്തില് തത്ര എന്ന വാക്ക് സാരവത്താണ് ഇവിടെ. അർജുനനും കൃഷ്ണനും, അതായത് അർജുനനും കൃഷ്ണൻ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അർജുനനും കൃഷ്ണൻ ഒരേ തേരിലിരിക്കുകയാണ്. ഒരേ തേരിലിരുന്നുകൊണ്ടാണ് ഇത് കാണുന്നത്, വിശ്വരൂപ ദർശനം ഉണ്ടായത്. ഈ ഒരു വാങ്ങിച്ചുകൊണ്ട് അർജുനന് മാത്രമാണ് കൃഷ്ണൻ ദിവ്യദൃഷ്ടി നൽകിയത്. യുദ്ധരംഗത്ത് മറ്റുള്ളവരാരും കൃഷ്ണന്റെ വിശ്വരൂപം കാണുന്നില്ല. ഭഗവാന്റെ ശരീരം അനേകായിരം ഗ്രഹവ്യൂഹങ്ങളാൽ ഉൾക്കൊള്ളുന്നതായി അർജുനൻ കാണുന്നു. പ്രപഞ്ചങ്ങളും ഗ്രഹവ്യൂഹങ്ങളും അസംഖ്യമുണ്ടെന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേക ഗ്രഹങ്ങളുണ്ട്, അതുപോലെ തന്നെ അനേക ദേവീദേവന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 64,000 കോടി ആളുകളാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അണിനിരുന്നിരിക്കുന്നത്, രണ്ടു കൂട്ടരെ കൂടി കൂട്ടിയിട്ട്. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭഗവാൻ അർജുനൻ കാണുന്നത് ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് ഈ ഒരു ദർശനം അർജുനന് കാണാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിഭാഷത. പിന്നെ അർജുനൻ പരിഭ്രാന്തനായി വിസ്മയാതീതനായി രോമാഞ്ചം കൊണ്ട് കൃഷ്ണന്റെ മുന്നിൽ ശിരസ് കുനിച്ച് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറയാണ്. ദിവ്യ ദർശനം ഉണ്ടായപ്പോൾ തന്നെ അർജുനന് കൃഷ്ണനോടുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റം വന്നു. മുമ്പ് അവർക്ക് അതിൽ സുഹൃത് ഭാവയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാട്ടെ അർജുനൻ കൃഷ്ണന് മുന്നിൽ ആദരപൂർവ്വം തലകുനിച്ചുകൊണ്ട് കൈകൂപ്പി വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വസ്വരൂപിയായ വാഴ്ത്തുകയാണ് അദ്ദേഹം. ഈ ബന്ധം സൗഹൃദത്തിൻ്റെതല്ല, ആശ്ചര്യങ്ങളുടേതാണ്. സകല ബന്ധങ്ങളുടെയും ഉറവിടമാണ് കൃഷ്ണൻ. അതായത് സർവ ബന്ധങ്ങളുടെയും ഉറവിടമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തന്മാർ കാണുന്നത്. ശാസ്ത്രങ്ങളിൽ 12 വീതം മൗലിക ബന്ധങ്ങളെ കുറിച്ച് ഉത്പാദിച്ചിട്ടുണ്ട്. കൃഷ്ണനിൽ അവ എല്ലാം ഉണ്ട്. ജീവാത്മാക്കൾക്ക് തമ്മിലോ ദേവന്മാർക്ക് തമ്മിലോ ഭഗവാനും ഭക്തന്മാർക്കും തമ്മിലോ ഉണ്ടാവുന്ന എല്ലാവിധ ബന്ധങ്ങളുടെയും സാഗരമാണ് കൃഷ്ണൻ. അപ്പൊ ഇവിടെ എന്താ പറയുക, ശ്രീകൃഷ്ണ ഭഗവാനാണ്
എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സകർത്ത കൃഷ്ണയന്ത്രസ്തു എന്നുള്ള ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞു. 3 ത്രിമൂർത്തികളെ എല്ലാം ശ്രീകൃഷ്ണ ഭഗവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ അർജുനന് ആദ്യം ഒരു അവരുടെ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാല് സുഹൃത്ത് ബന്ധമായിരുന്നു. ഇപ്പോ അർജുനൻ അതെല്ലാം മാറ്റി അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ വണങ്ങുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനോഭാവം മാറി എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബന്ധം സുഹൃത്തിൻ്റെതല്ല, ആശ്ചര്യങ്ങൾ, അതായത് 12 കാര്യങ്ങൾ എന്താ പറയുന്നത്, 12 കാര്യങ്ങള് നവരസങ്ങള്, 12 രസങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ രസങ്ങൾ ഓരോന്നിനും ഓരോ സമയത്തും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകം രസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ നമുക്ക് പേടി വരുമ്പോൾ ബീഭത്സമാകും, നമുക്ക് സ്നേഹം അല്ലെങ്കിൽ വരുമ്പോൾ ആ ഒരു രീതിയിൽ അമ്മയുടെ മാധുര്യ രസമാണ്. പിന്നെ കാമുകിയോടുള്ള ഒരു രസം വേറെയാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി ചേർന്ന 12 വിധത്തിലുള്ള മൗലിക ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ രസങ്ങളെ കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 12 രസങ്ങളും ഉള്ളൊരു അതിനകത്ത് ആശ്ചര്യ രൂപത്തിലുള്ള ഒരു രസത്തിലാണ് അർജുനൻ ഇപ്പൊ ഇവിടെ ഈ ഒരു നിലയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. അർജുന ഉവാച പശ്യാമി ദേവസ്തവ ദേവദേഹേ സർവാസ്തഥാ ഭൂതവിശേഷസംഗാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷിം ച സർവാനുരാഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ. അർജുനൻ പറയാണ്, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവങ്ങളുടെയും ഞാൻ കാണുന്നു. മാത്രമല്ല താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികള്, സർപ്പനാഗങ്ങള് എന്നിവരെയും ഞാൻ കാണുന്നു. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ പിന്നെ അത് തന്നെ പറയാണ്. ഈ അർജുനന് കിട്ടിയിരിക്കുന്ന ആ ഒരു ദിവ്യരൂപ ദർശനത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ സകല ദേവന്മാരും, അതായത് 33 കോടി ദേവീ ദേവന്മാരെയും ഈ ഒരു ഭഗവാന്റെ ഈ ഒരു വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ അർജുനൻ കാണുകയാണ്. അതുപോലെ സകല ജീവജാലങ്ങളെ അദ്ദേഹം കാണുന്നത്. നേരത്തെ പറഞ്ഞ പ്രപഞ്ച സൃഷ്ടിയിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനായി ഈ ഒരു വിശ്വരൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മദേവൻ, അതുപോലെ തന്നെ ശിവൻ, ഋഷികള്, ദിവ്യ സർപ്പങ്ങൾ എന്നിവരെല്ലാവരെയും കാണുന്നു. പ്രപഞ്ചത്തിലുള്ളതെല്ലാം അർജുനൻ കാണുകയാണ്. അതുകൊണ്ട് സൃഷ്ടിജലത്തിൽ ആദ്യമായി ബ്രഹ്മാവിനെയും പ്രപഞ്ചത്തിന്റെ അധസ്ഥലങ്ങളിൽ ഗർഭോദശായി വിഷ്ണുവിന് മൊത്തമായുള്ള ദിവ്യസർപ്പത്തെയും ആദ്യമായി കണ്ടു എന്ന് പറയുന്നു. ഈ സർപ്പശയ്യയുടെ പേരാണ് വാസുകി. അപ്പോ ഭഗവാൻ ഇവിടെ വിഷ്ണു വസിക്കുന്ന ആ ഒരു വാസുകിയുടെ ജലത്തില് മെത്ത പോലെ ആക്കിയിട്ടുള്ള ആ ഒരു സർപ്പത്തിന്റെ വാസുകി എന്നാണ് പറയുന്നത്. ആ വാസുകിയിൽ പുറത്ത് കിടക്കുന്ന വിഷ്ണു എല്ലാരെയും അർജുനൻ ഈ ഒരു വിശ്വരൂപ ദർശനത്തിലൂടെ അർജുനന് കാണാൻ സാധിച്ചു. അതായത് ഭഗവാന്റെ കൃപാ കടാക്ഷം തന്റെ ഭക്തൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ദിവ്യ ചക്ഷുഷു നൽകി വേറെ ആർക്കും കൊടുക്കാതെ ഈ 64,000 കോടിയുള്ള ഈ ഒരു രഥാങ്കണത്തില് ശ്രീകൃഷ്ണ ഭഗവാനോട് അത്രയും അവഗമഴിഞ്ഞ ഭക്തി അർജുനനിൽ ഉണ്ടായതുകൊണ്ട് ഭഗവാൻ ആ ഒരു ദിവ്യ ചക്ഷുഷിലൂടെയാണ് ഭഗവാൻ ഈ ഒരു വിശ്വരൂപ ദർശനം അർജുനന് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അനേക ബാഹൂരതവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ച പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അല്ലയോ ജഗന്നാഥ വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായുകളും കണ്ണുകളും ഉരുത്തിരിഞ്ഞു വരുന്നു. ഇവയ്ക്ക് അവസാനമില്ല, ആദിയോ മധ്യാത്മമോ അന്തമോ കാണുന്നില്ല. ഇവിടെ ആ വിശ്വരൂപ ദർശനത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോട് പറയാണ്. എന്താ പറയുന്നത്, അല്ലയോ ജഗന്നാഥ വിശ്വരൂപ. ജഗന്നാഥ എന്നുള്ള പദം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ജഗത്തിന്റെ നാഥൻ, മൊത്തം, അതായത് ഈ ജഗത്തിന്റെ മൊത്തം നാഥനാണ് ജഗന്നാഥ. അതാണ് നമ്മളെ പുരി ജഗന്നാഥ് പറയില്ലേ, അതുപോലെ ആ പുരി ജഗന്നാഥ വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും, അതായത് എല്ലാ ഈ പറയുന്ന 33 മുക്കോടി ദേവീദേവന്മാരുടെ അവരുടെ കൈകള്, കാലുകള്, മൂക്കുകള്, കണ്ണുകള്, ചെവികള്, അതുപോലെ ഉദരം, ഇതെല്ലാം അർജുനൻ ഇവിടെ കാണുന്നത് പിന്നെ ഓരോരോ ഭാഗം പ്രത്യേകിച്ച് ആ വിശ്വരൂപ കണ്ടതിലുള്ള അർജുനന്റെ ആ ഒരു ആകാംക്ഷ ഇവിടെ പിന്നെയും ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്ത ദീപ്താനലാർക്കാദ്യുതിമപ്രമേയം. ഹരേ കൃഷ്ണ. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചുഴപ്പരക്കുന്നതും കണ്ണൻ ജപിക്കുന്നതുമായ ആ മഹാ ജ്യോതിസ് കൊണ്ട്
ദുർദൃശ്യനാണ് അങ്ങയുടെ ഈ രൂപം, എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച ആ തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു. പിന്നെയും ആ ഒരു വിശ്വരൂപ ദർശനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പറയാണ്. അതായത് ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചുഴപ്പെഴുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ ആ മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യനാണ് അങ്ങയുടെ ഈ രൂപം, എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും, അതായത് ഈ ദേവീദേവന്മാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അവരുടേതായിട്ടുള്ള കിരീടങ്ങള്, അവരുടെ ആയുധങ്ങള്, ഗദകള്, അതുപോലെ തന്നെ അവരുടെ എല്ലാ കണ്ണുകളും മൂക്കുകളും വായുകളും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഇവിടെ ഭഗവാൻ പിന്നെ കാണുകയാണ്. ആ കാണുന്ന കാര്യം പിന്നെയും അർജുനൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ധരിച്ചു വരുന്ന തേജോമയമായ രൂപം ഞാൻ എവിടെയും കാണുന്നു. ഇതെല്ലാം ഈ പറയുന്ന ആളിക്കത്തുന്ന അഗ്നിയുടെ ഒരു തീ മൊത്തത്തിൽ അങ്ങ് കത്തിപിടിച്ചിരിക്കും. അത്രയും വലിയ ആ ഒരു പ്രഭാവലയം ഭഗവാനിൽ കണ്ടുകൊണ്ട് അർജുനൻ അങ്ങനെ നിൽക്കുകയാണ്. ആ വിശ്വരൂപ ദർശനം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ. ആദിമമായ പരമലക്ഷ്യം അങ്ങാണ്. ഈ ജഗത്തിന്റെ അന്തിമ വിശ്രമസ്ഥാനവും അങ്ങ് തന്നെ. അവ്യയനും പുരാതനും ശാശ്വത ധർമ്മത്തിന്റെ സംരക്ഷകനുമായ ചിത് പുരുഷൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ ഇവിടെ ഈ 18-ാമത്തെ ശ്ലോകത്തില് ആദിമമായ പരമലക്ഷ്യം, ഇവിടെ ഈ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഈ മൊത്തത്തില് ഒരു പരമ്പരയിൽ ഇപ്പൊ 4 പരമ്പര പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രഹ്മസമ്പ്രദായം, കുമാരസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള 4 വൈഷ്ണവ സമ്പ്രദായങ്ങള്. അപ്പൊ ഇവരില് ഈ സമ്പ്രദായത്തിൽ ഒന്നും വരാത്ത ആളുകൾ എന്താണ്, അവർക്ക് ലക്ഷ്യബോധമില്ല. അവരിപ്പോ ഏത് അമ്പലത്തിൽ കണ്ടാലും അവരവിടെ പോയി പ്രാർത്ഥിച്ച് മുട്ടുകുത്തി വേണം അവിടെ ഉണ്ടാകുന്ന വഴിപാടെല്ലാം കഴിച്ച് അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ശരിയായ രീതി, ഇത് ഏത് യുഗമാണ്, ഈ യുഗത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതൊന്നും അറിയാൻ പാടില്ല. അവർക്ക് ഗോളില്ല. ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ആരും. എന്താണ് ഗോള്? എന്റെ ഈ ഒരു ഈ ജന്മത്തില് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എവിടെയാണ് എത്തപ്പെടേണ്ടത്, ഇതൊന്നും ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അവര് എവിടെ ഒരു ഫോട്ടോ വെച്ച് കണ്ടാൽ പോലും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഇത് ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് അറിവില്ല. അത് അറിവില്ലാത്തത് അവരുടെ കുറ്റം കൊണ്ടല്ല, അത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അവരുടെ മാതാപിതാക്കൾക്കോ അതിനുള്ള ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മുടെ 3-ാമത്തെ അധ്യായത്തില് 29-ാമത്തെ ശ്ലോകത്തിൽ 41-ാമത്തെ എന്താ പറയുന്നത്? പരമപുരുഷനായ ഭഗവാനോടുള്ള ഭയനിമിത്തമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പോലെ നടത്തപ്പെടുന്നത്. അപ്പോ ഇവിടെ ഭഗവാന്റെ ശ്രേഷ്ഠതകളാണ് പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന സൂര്യന്മാരും ചന്ദ്രന്മാരും മറ്റു ദേവീദേവന്മാരെല്ലാവരും ഭഗവാനോടുള്ള ഭയനിമിത്തമാണ് ഈ അവരുടെ കർത്തവ്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രന് കൊടുത്തിരുന്ന പൂജ പോലും ഭഗവാൻ ഇവിടെ മുടക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാം ഗോവർദ്ധന പൂജയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ട് ഈ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രന് കൊടുക്കുന്ന പൂജ പോലും മുടക്കി ഭഗവാൻ, നിങ്ങൾ ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത്, ഗോവർദ്ധനത്തിനെയാണ് പൂജിക്കേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഡെമിഗോഡ്സിനോടുള്ള ആ ഒരു സമീപനം എന്താണെന്ന് ഭഗവാൻ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഭഗവാനാണ് ആ ഒരു പൂജ മുടക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി മുടക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഓരോ ഗ്രഹത്തിലും ഉൾപ്പോയി അവയെ ഭ്രമണപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് ഭഗവാനാണെന്ന് 15-ാമത്തെ ഭഗവത്ഗീത 15-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ വേറെ ഏത് ഗ്രന്ഥത്തിലാണുള്ളത് ഈ ഒരു കാര്യം? അതായത് മറ്റ് ഗ്രന്ഥങ്ങൾ, മറ്റ് ഒരുപാട് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മറ്റ് മതങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊന്നും പറയാത്ത കാര്യമാണ് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ഗ്രഹങ്ങളിൽ ഉൾപ്പോകി ആ ഗ്രഹങ്ങളെ അവിടെ സ്ഥിരമായിട്ട് താങ്ങി നിർത്തുന്നത് ഭഗവാനാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുപോലെ വേറൊരു ശ്ലോകത്തിൽ എന്താ പറയുന്നത്? 10-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവൻ. അതായത് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമമായിട്ട് എത്തപ്പെടേണ്ട സ്ഥലം. നമ്മൾ അത് മനസ്സിലാക്കാതെ ഭഗവാനെ എങ്ങനെ പ്രാപ്തമാക്കണമെന്ന് അറിയാതെ നമ്മൾ ഈ പറയുന്ന ഡെമിഗോഡ്സ് അല്ലെങ്കിൽ ഉപദേവതമാരുടെ പുറകെ നമുക്ക് ഇങ്ങനെ നടക്കുകയാണ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അവര് നടക്കണ്ടെന്നല്ല പറയുന്നത്, നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അവരടുത്ത് പോയി കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഗോൾസ് എന്താണെന്ന് നമ്മൾ ആദ്യം സ്വയം മനസ്സിലാക്കണം. ഒരു ജീവാത്മാവ് എന്നുള്ള നിലയിൽ ജീവാത്മാവ് എന്താണ്? ഇപ്പൊ ഒരു
കൊച്ചുകുട്ടിയോട് നമ്മൾ ചോദിക്കും, നിനക്ക് ആരാവണം? ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ വക്കീലാവണോ, എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു കുട്ടികളോട് പോലും നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മുടെ മക്കളോട് ചോദിക്കും. പക്ഷെ ഇവിടെ നമ്മൾ സ്വയം നമ്മളൊന്ന് ചോദിച്ചു നോക്കണം, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ ഈ ഒരു മനുഷ്യ ജീവാത്മാവായിട്ടുള്ള ഈ ഒരു രൂപത്തില് വന്നതിന്റെ ഉദ്ദേശം എന്താണ്, എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഇതുപോലെ ഈ വഴി പിഴിഞ്ഞ് പല പല ദേവീദേവന്മാരുടെ പുറകെ നമ്മൾ നടന്ന് നമ്മൾക്ക് ഈ ഒരു മനുഷ്യ ജന്മത്തിന്റെ ആ ഒരു പൂർണ്ണത നമ്മൾക്ക് കിട്ടാതെ പോകും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ആ ജനന മരണ ചക്രത്തിൽപ്പെട്ട് നമ്മൾ പിന്നെയും ഇതുപോലെ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽപ്പെട്ട് കിടക്കും. അപ്പൊ ഇത് ശരിക്കും ആക്ച്വലി ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ വന്നെങ്കിൽ മാത്രമേ നോക്കി ഇങ്ങനെയുള്ള അറിവുകളെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ, 7-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭഗവാനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വേറൊരു സത്യമില്ല. അതെല്ലാം ഈ ഒരു നൂലിന്മേൽ മുത്തുകൾ കോർത്തിണക്കപ്പെട്ടതുപോലെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇത് എല്ലാം എന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഭഗവാനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല, എന്നേക്കാൾ തുല്യതയോ എന്നേക്കാൾ മുകളിലോ ആരും ഇല്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കേരളത്തിൽ നമ്മളായിട്ട് വേണം, അല്ലെങ്കിൽ പരമ്പരയിലുള്ള ആളുകൾ വേണം ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ആദിമമായ പരമലക്ഷ്യം അങ്ങാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് എവിടെയാണ് പോകേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ലോകമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെടേണ്ടത്. ഭഗവാൻ അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടി ഭഗവാൻ തിരിച്ചു ഭൂമിയിൽ വരുമ്പോഴോ അവതാരങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടി നമ്മൾ പ്രാപ്തമാകണം. എങ്ങനെയാണ്? നമുക്ക് ഭക്തിയോഗയെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈഗോയിസവും നമ്മുടെ ഈ വഞ്ചനാശ്രമങ്ങളും ഒരുപാട് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മെറ്റീരിയൽ വേൾഡുമായിട്ട് ഇണങ്ങി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ നമുക്കുള്ളിൽ ഒരുപാട് ചീത്ത സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് വന്നു കൂടും. അപ്പൊ ഇതിനെല്ലാം നമ്മൾ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ഒരു ഊർജം കിട്ടുകയുള്ളൂ. ആ ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി, അല്ലെങ്കിൽ ആ ഒരു ഗോള്, അല്ലെങ്കിൽ ഗോലോക പ്രാപ്തി, ശ്രീകൃഷ്ണ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പാത നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ഇവിടെ ശ്രീല പ്രഭുപാദർ വഴിയാണ് നോക്കി ഒരു അറിവ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോ ശ്രീല പ്രഭുപാദരുടെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. പ്രഭു. ഹരേ കൃഷ്ണ. ഇന്ന് പ്രഭുവിന്റെ ക്ലാസ് വളരെ നന്നായിട്ട് നമുക്ക് ഭഗവാന്റെ ആ വിശ്വരൂപത്തെക്കുറിച്ചും പിന്നെ ഗുരു പരമ്പരയിൽ വരുന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയും ചെയ്തു. പിന്നെ അർജുനന് മനസ്സിലാവുകയാണ് ഭഗവാൻ സർവ്വതിൻ്റെയും സ്രോതസ്സാണ് എന്ന് അർജുനന് അറിയാം. പക്ഷേ അത് സാധാരണ ജനങ്ങളിലേക്ക് അതെത്തിക്കണം. സാധാരണ ജനങ്ങൾ എപ്പോഴും മിഥ്യാധാരണ, ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിൽ ആ ധാരണ മാറ്റുന്നതിന് വേണ്ടിയാണ് ഭഗവാനോട് അർജുനൻ നമ്മുടെ വിശ്വരൂപം കാണിച്ചു തരാനായിട്ട് പറയുന്നത്. അപ്പം അത് പ്രഭുവിൽ നിന്ന് നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ ഭഗവാൻ വിശ്വരൂപം നമുക്ക് കാണിച്ചു തന്നതിനെ കുറിച്ചുള്ള പ്രഭുവിൻ്റെ നന്നായിട്ട് തന്നെ പ്രഭു അത് പറഞ്ഞു തന്നു. താങ്ക് യു പ്രഭു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഇപ്പൊ ഈ 11-ാം അധ്യായത്തിലെ 1 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ ആർക്കും സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിൽ നമുക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന ഭക്ത രാജേഷ് പ്രഭുവിനും ഹരിനാമ മഹാത്മ്യം പറഞ്ഞു തന്ന ഹർഗ്രേസ് ഗുണമാല ദേവിദാസി മാതാജിക്കും അതുപോലെ തന്നെ ഭഗവത്ഗീത ക്ലാസ് എടുത്ത പ്രസിദ്ധനന്ദൻ പ്രഭുവിനും അതുപോലെ നമുക്ക് ഗീതാ ശ്ലോകങ്ങൾ ചൊല്ലി തന്ന ഹർഗ്രേസ് രുക്മിണി മാതാജിക്കും എൻ്റെ നമസ്കാരം.
ഹരേ കൃഷ്ണ. നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നരസിംഹ പ്രാർത്ഥന ചൊല്ലാം. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദഹ്ലാദദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശീലഢാൻകാനഖാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഖ അദ്ഭുത ശൃംഗാ ദലിതാ ഹിരണ്യകാശിപൂ താനുഭൃംഗാ കേശവധൃതാ നരഹരിരൂപാ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ ശ്രീല പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ശ്രീല ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് അടുത്ത സെഷൻ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വീണ്ടും നമുക്ക് കാണാം. അടുത്ത ഈ അധ്യായം തന്നെ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.